സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏകദേശം 9:15 മണിയായി. 2 വല എടുത്തു. മൂന്നാമത്തെ വല ഇട്ടതിന് ശേഷം ഞങ്ങൾ ചോറ് മീൻകറിയും വിളമ്പിയാണ്. അപ്പോൾ ആദ്യം വെച്ച പീസ് ഐക്കൂറ, ഇത് രണ്ടാമത് വെച്ചത് കോര. എല്ലാവരും തിരക്കിലാണ്, ഐസ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ ഓരോരുത്തർ പാത്രം കഴുകി വന്ന് അവരവർക്ക് വേണ്ടത് വിളമ്പി തിന്നും. പിന്നെ ബോട്ടിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് മീൻ കഷ്ണം കുറവ് കിട്ടിയാണ് അതിനടിയും കൂടും കേട്ടോ. അത്ര വലിയ ഒരുമയോ വഹിക്കുമൊന്നും ഇതിനകത്ത് ആർക്കും ഇല്ല. പിന്നെ ഒന്നിച്ച് വിളമ്പുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേങ്കിൽ ഈ പണിക്ക്, ചെമ്മീൻ പണിക്ക് അത് പറ്റത്തില്ല. അതേ മത്തിയുണ്ട്, കോരയുണ്ട്, ഐക്കൂറയുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ ഒരു മീൻ കറി മാത്രമൊന്നുമല്ല, സ്പെഷ്യലായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കിട്ടുന്നത് മിക്സറായിട്ടാണ്, അതായത് എല്ലാം കൂടെ മിക്സായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട മീൻ അത് അവർ പറയും എനിക്കിത് വെട്ടിത്താന്ന് പറയും. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടെ ജോലി ചെയ്യുന്നില്ലേ. അപ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെട്ടത് വെട്ടി കൊടുക്കും. ഇവിടെ ഐസിങ് നടക്കുന്നുണ്ട്. കൂന്തലുണ്ട്, പടമാന്തലുണ്ട്, അതായത് കട്ടത്തി, പിന്നെ മിച്ചർ മീനുണ്ട്, അപ്പുറത്ത് പൂവാലൻ ചെമ്മീനുണ്ട്, ഇവിടെ മാന്തലുണ്ട്. ഇതിപ്പോൾ മീനിട്ടതേ ഉള്ളൂ, ഇനി ഇതിൻ്റെ പുറത്ത് ഐസ് ഇടണം, ഐസ് കുത്തണം. ഇത് കരിക്കാടി ചെമ്മീൻ. ഇത് നമ്മുടെ സ്റ്റോറിൻ്റെ ഒരു 4-5 കള്ളിയാണ് ഫ്രണ്ടിൽ കാണുന്നത്. ബാക്കിലോട്ടും കള്ളികളുണ്ട്, അത് ഞണ്ടാണ് അപ്പുറത്ത്. ഇനി ബാലൻസ് ഇനി ഈ ഐസും അതിൻ്റെ ബാക്കിൽ വീണ്ടും വലിയൊരു കള്ളിയുണ്ട്. ഇങ്ങനെ കൊട്ട താഴേക്ക് കൊടുക്കുന്നത് തീരുന്നതനുസരിച്ച് മേപ്പോട്ട് തരും, ചരക്ക് തട്ടിയതിന് ശേഷം. ഇപ്പോൾ നമ്മൾ നെത്തോലി അങ്ങോട്ട് കൊടുത്തു, ഇനി അത് ബാക്കിൽ കൊണ്ടുപോയി തട്ടും. ഇതൊക്കെ വെള്ളം ഒഴിച്ചാണ് ഇടുന്നത്. നെത്തോലി എന്ന് പറയുമ്പോൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ലേശം ഉപ്പ് ഇടും. അത് കണക്ക് തന്നെ നമ്മുടെ അയില മീനും. അതാകുമ്പോൾ കണ്ണ് ചുമക്കുകയോ മാംസം ചീത്തയാവുകയോ ചെയ്യത്തില്ല. എല്ലാവരും ഓരോ സൈഡിൽ ഇരുന്ന് തിന്നുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മീൻകറിയെക്കുറിച്ച് പറയേണ്ട, എപ്പോഴും സൂപ്പർ തന്നെ ആയിരിക്കും. ഇത് ചാമ്പ് പമ്പാണ്. നമ്മൾ നൈസായിട്ട് നമ്മുടെ സർക്കാർ പൈപ്പ് ചെയ്യുന്ന കണക്ക് തന്നെ ചാമ്പി കയ്യും കാലും കഴുകാം, പാത്രവും കഴുകാം. ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് ഇത് കണക്ക് ഇരുന്ന് തിന്നും. കാരണം അപ്പുറത്തെ സൈഡിൽ വെയിലാണ്, അങ്ങോട്ട് പോയി കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള തണലത്ത് മാറി ഇരുന്ന് സമാധാനത്തിൽ കഴിക്കുക. ഇപ്പോൾ എൻ്റെ കൂടെയാണ്, ഞാൻ ചോറടിയാണ്. ചോറ് വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ, കാരണം മീനാണ് മെയിൻ. പിന്നെ എല്ലാ ദിവസവും ചോറ് ഇടുന്നതിന് മുമ്പ് വിചാരിക്കും തടി കുറയ്ക്കണം, ഇച്ചിരി കുറച്ച് തിന്നാമെന്ന്. പക്ഷേ ഇത്ര മനോഹരമായിട്ടുള്ള മീനും മീൻകറിയൊക്കെ ഉള്ളപ്പം നമുക്കത് തോന്നത്തൊന്നുമില്ല. നല്ല അടിപൊളി ഒരു ഐക്കൂറയുടെ വാലെടുത്ത് ഇനി ഒരു കോരയും കൂടെ എടുക്കാം. നല്ലൊരു കോരയാണ്. ഒരു പീസ് കൂടെ എടുക്കാനുണ്ട്. 3 പീസാണ് ആൾക്ക്. അത് മീൻ വെട്ടുന്ന ആളാണ് പറയുന്നത് ഇത്ര പീസ് ചെയ്ത് എടുക്കണമെന്ന്. പിന്നെ നമ്മൾ ഒരുപാട് പീസൊന്നും തിന്നാനായിട്ട് പറ്റേണ്ട ആവശ്യമില്ല. അതായത് നല്ല വലിയ പീസായിട്ടാണ് മീൻ എടുക്കുന്നത്. വലിയ മീനെ സെലക്ട് ചെയ്യുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ 3 പീസ് എടുത്ത്, ഇത് കണക്ക് തന്നെ എല്ലാവരും എടുക്കുന്നത്. അതിൽ 2 പീസ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ളത് പിന്നെ വീണ്ടും വിശന്നാൽ വീണ്ടും ഇട്ട് തിന്നും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ കറി, നല്ല അടിപൊളി മസാല. അപ്പോൾ ഓക്കെ അല്ലേ, സൂപ്പർ.